ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിട്ടക് സൊല്യൂഷൻ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ക്യാം 70mm ഒരു ഡാഷ് ക്യാമിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഒരു അതിലിടാനായിട്ട് ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ 64GB മെമ്മറി കാർഡാണ്. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന 64GB മെമ്മറി കാർഡാണ് മാക്സിമം. ഇത് മെമ്മറി കാർഡ് അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡാണ് സാംസങ്ങിൻ്റെ. ഏത് മെമ്മറി കാർഡായിരുന്നാലും ക്ലാസ് 10 ആണ് വേണ്ടത്. സ്പീഡുള്ളതാകുമ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് ഇപ്പം ഓരോ വീഡിയോ തിരിച്ച് കാണാനായിട്ട് അത്രയും സ്പീഡിൽ നമുക്ക് കാണാനും അതുപോലെ റെക്കോർഡ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഇത് രണ്ടും വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഓരോ പ്രാവശ്യം ഓരോ വില ആയതുകൊണ്ട് വില എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ലിങ്ക് മറ്റുള്ളത് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഇത് 70mm ഇത് ഡാഷ് ക്യാമാണ്. ഇത് വന്നിട്ട് 1080 പിക്സൽ ആണ്. 70mm നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കാം. അതിന് നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് മാറ്റുക. നമുക്ക് ഇത് ബെറ്ററായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് സ്റ്റിക്ക് ചെയ്തിട്ട് വെക്കേണ്ട. സെൻറ്ററായിട്ടുള്ള രീതിയിലായി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ ഒട്ടിക്കാൻ പോകുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതിൽ അവർ കമ്പനി പറയുന്നത് ഒരു ഫിലിം തന്നിട്ട് ഇത് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒട്ടിക്കാനാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പം നമ്മളവിടെ ഒട്ടിക്കുമ്പോഴത്തേക്ക് അത് ഇരിക്കുമോ ഇല്ലയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം ഇത് നമുക്ക് 2 രീതിയിൽ കൊടുക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇതിലെ കൂടെ എടുത്ത് അതിൻ്റെ സൈഡിൽ കൂടെ താഴെ കൂടെ എടുത്ത് ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കൂടെ എടുത്ത് നമുക്ക് ഇവിടെ ഒരു പോർട്ടുണ്ട്, നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ വണ്ടികൾക്കും ഫ്രണ്ടിലൊരു പോർട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പുറകിൽ കൊടുക്കാനാണ്. കാരണം ഇതിൽ കൂടുതൽ മൊബൈൽ ചാർജ് ചെയ്യാനും മറ്റുള്ളതിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ ഒരു പോർട്ടുണ്ട്. ആ പോർട്ടെന്ന് പറയുന്നത് നമുക്ക് ഇതിലെ കൂടെ കണക്ട് ചെയ്ത് ആ പുറകിലായിട്ടൊരു പോർട്ടുണ്ട്, നമുക്ക് അവിടെ അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് അല്ലാതെ തിരിച്ച് ഇവിടെയാണ് കണക്ട് ചെയ്യാമെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ കൂടെ എടുത്ത് അതിലേക്കൂടെ കണക്ഷൻ എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ നമുക്ക്
ഇതിൽ കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇത് കിട്ടുന്നത്. ഇത് ലെൻസ് കവറാണ്. ഇത് നമുക്ക് ലാസ്റ്റിൽ റിമൂവ് ചെയ്താൽ മതി. പിന്നെ ഇതിപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് ഇതായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വയറ് ഇവിടെ തിരിച്ച് വെക്കണമെങ്കിൽ ഈ സാധനം ഊരിയതിന് ശേഷം നമുക്ക് തിരിച്ച് വെക്കാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇത് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ലൈനുണ്ട്. ആ ലൈൻ കണക്കാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. നമുക്കിത് ഏതാണ്ട് സെൻറ്റർ വരുന്ന ഭാഗത്തായിട്ട് നോക്കിയിട്ട് ഈ സാധനം നമുക്കിവിടെ പിടിപ്പിക്കാം. നമ്മളെ ക്യാമറ സെൻറ്ററായിട്ട് വരാൻ വേണ്ടി കുറച്ച് ഇങ്ങോട്ട് വെച്ച് ഫിറ്റ് ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കും. അപ്പോൾ ക്യാമറ സെൻട്രലായിട്ട് കിട്ടും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ലൂസ് ചെയ്ത് ആംഗിൾ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ മിറർ വെച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, അത് കറക്റ്റാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മിറർ ജസ്റ്റ് നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് വയറിങ് കൊടുക്കാനുള്ളതാണ്. ഓൾറെഡി നമ്മൾ SD കാർഡ് ഇട്ടു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് കണക്ട് ചെയ്യാം. പ്രസ് ചെയ്തു. വയർ നമുക്കിതിൻ്റെ അകത്തൂടെ എടുക്കാവുന്നതാണ്. ഇത് വലിച്ചു പിടിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചെറിയ അടയാളം വരും. അതുകൊണ്ട് പതുക്കെ നോക്കി അത് കഴിഞ്ഞ് ഡോർ തുറക്കുക. ഡോർ തുറന്നതിന് ശേഷം നമുക്ക് ഈ ഇതിൽ റബ്ബറിനെ പതുക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി വരും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്തൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പുറകിലേക്കാണ് ലൈൻ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ പറഞ്ഞിരുന്നു പുറകിലേക്ക് ലൈൻ കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് ഇതിനകത്താണ് കൊടുക്കേണ്ടത്. ഈ സാധനം ഇളക്കിയിട്ട് പാനൽ വഴി ഇതിനകത്തൂടെ നേരെ താഴെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ താഴെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിനെ തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് ലോക്ക് കറക്റ്റായിട്ട് അതിനകത്തിടുക. അതിനുശേഷം പ്രസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ കറക്റ്റായിട്ട് പ്രസ്സാവുന്ന സമയത്ത് നോക്കിക്കോളണം. അതിനകത്ത് വയറിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കയറ്റിയിടുക. അത് കഴിഞ്ഞ് റബ്ബർ ഇടുക. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഈ ഭാഗം നമുക്ക് ഇതിനകത്തൂടെ കയറ്റിയെടുത്തതാണ്. കയറ്റിയെടുത്ത് ഇവിടെ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ടൈറ്റായിട്ട് കയറി പോകുന്നതാണ്.
അതിനുശേഷം നമുക്കിത് കണക്ട് ചെയ്യാം. ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഈ പോർട്ട് കട്ടി ഇവിടെ വയർ വന്നതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ കണക്ട് ചെയ്ത് ബാക്കി വരുന്ന വയർ ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാം. ഇപ്പം കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളവിടെ പവർ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ലൈറ്റ് വരുന്നതാണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. നമുക്കത് കഴിഞ്ഞിട്ട് ആപ്പിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് ആ ഡിവൈസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ 70 mAh എന്ന് പറയുന്ന ഒരു ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യണം. ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുക. പാസ്വേഡ് നമുക്ക് വരുന്നത് 1 2 3 4 5 6 7 8. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പവർ ബട്ടണിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണക്റ്റഡ് സക്സസ്ഫുള്ളി. നമുക്ക് സെറ്റിങ്സിൽ ഇതൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. നമുക്കിതിനകത്ത് ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് ലൈവ് വരുന്നത്. Formatting memory card. Formatting succeeded. Start recording video. Capture is completed. ഇപ്പോൾ നമുക്കിത് ആഡ് ആയിട്ടുണ്ട്. പിന്നെ സൗണ്ട് റെക്കോർഡിംഗ് ഓൺ ചെയ്യുക. വോയിസ് കൺട്രോള്, സ്പീക്കർ ലാർജ് മീഡിയം അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് മിനിറ്റ്സ് 3 minutes. 3 minutes ആണ്. പിന്നെ സിസ്റ്റം ടൈം, ലോക്കൽ ടൈം, അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് വരുന്നത് ഇത്രയൊക്കെയാണ് വരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ലോഗോ, പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. മെമ്മറി കാർഡ് ഡീറ്റെയിൽസ്, സ്പീക്കർ വോളിയം, ലാംഗ്വേജ് സിസ്റ്റം, മെമ്മറി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്, ആപ്പിനകത്ത് വരുന്നത്. കാണാമല്ലോ ലൈവ്. ഇനി ഇതിൻ്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം.